സ്നേഹം അഗ്നിയായ ഹൃദയത്തിൽ ജ്വലിച്ചാൽ അതിന് എന്ത് ചൂടായിരിക്കും. ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് സ്നേഹിച്ച് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരുടെ സ്വർഗീയ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ട ഒരു കൊച്ചു പുണ്യവതിയുണ്ട്. ആരാണെന്നോ? ഞാൻ പറഞ്ഞു തരാം അവളുടെ ജീവിത കഥ. എന്റെ കഥയുടെ പേരാണ് ദിവ്യകാരുണ്യനാഥന്റെ സ്വന്തം ഇമിൽഡ. പണ്ട് പണ്ട് ഇറ്റലിയിലെ ബൊളോഞ്ഞ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സമ്പന്ന കുടുംബം താമസിച്ചിരുന്നു. അവിടെ പ്രാർത്ഥനയും ദൈവസ്നേഹവും ക്രിസ്തീയ ചൈതന്യവും പരോപകാര പ്രവർത്തികളും നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ 1322 അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ജനിച്ചു. അവളാണ് നമ്മുടെ കഥാനായിക ഇമിൽഡ ലാബിഡ്നി. ഇഗാനോ ലാബിഡ്നിയും കസ്റ്റോറ ഗലൂസിയുമാണ് അവളുടെ മാതാപിതാക്കൾ. അവൾക്ക് സഹോദരങ്ങൾ ആരുമില്ലായിരുന്നു. അവർ അവളെ ചെറുപ്രായം മുതൽ എന്നും ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇമിൽഡ ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു. ഇമിൽഡയുടെ 5ാമത്തെ ജന്മദിനം എത്തി. മാതാപിതാക്കൾ നിറയെ സമ്മാനങ്ങളുമായി അവളുടെ അടുത്തെത്തി. അത് കണ്ട് അവൾക്ക് അധികം സന്തോഷമൊന്നും തോന്നിയില്ല. അവളോട് അമ്മ ചോദിച്ചു, കുഞ്ഞിമിൽഡ, നിനക്ക് ഈ സമ്മാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അവൾ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ അതെനിക്ക് സാധിച്ചു തരുമോ? അവളോട് പപ്പ പറഞ്ഞു, എന്റെ പൊന്നു മോളെ, മോൾക്കെന്താ വേണ്ടതെന്ന് ഈ പപ്പയോട് പറഞ്ഞോളൂ. അവൾ പറഞ്ഞു, എനിക്ക് എന്റെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കണം. അത് കേട്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾ നിസ്സഹായരായി നിന്നുപോയി. അവളോട് അമ്മ പറഞ്ഞു, കുഞ്ഞിമിൽഡ, 14 വയസ്സാകാതെ ദിവ്യകാരുണ്യേശുവെ സ്വീകരിക്കാൻ നമുക്ക് അനുവാദമില്ലെന്ന് മോൾക്ക് അറിഞ്ഞുകൂടെ? മോൾ ഈശോടെ പ്രാർത്ഥിക്ക്, മോളുടെ ആഗ്രഹം ഈശോ സാധിച്ചു തരും. അവൾ ഈശോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ നാഥ, എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് നിനക്കറിയാലോ. നിനക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും എനിക്കും അറിയാം. പിന്നെന്താ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരാൻ ഇനിയും നീ വൈകുന്നത്? അവൾക്ക് ദേവാലയത്തിൽ ദിവ്യകാരുണ്യേശുയുടെ മുമ്പിലായിരിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അതിനാൽ അവൾ എപ്പോഴും മാതാപിതാക്കളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവളുടെ നിർബന്ധം വയ്യാതെ 9ാം വയസ്സിൽ മാതാപിതാക്കൾ അവളെ ഒരു കർമ്മലീത്ത മിണ്ടാമഠത്തിൽ കൊണ്ടുചെന്നാക്കി. അവൾ അവിടെ ഒരു സന്യാസിനെ പോലെ ജീവിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ഇമിൽഡയ്ക്ക് 11